തിരുവനന്തപുരം വെമ്പായത്ത് ബാറിൽ സംഘർഷത്തിനിടെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി 6 പേർക്ക് പൊള്ളലേറ്റു. ഒരാളുടെ നില ഗുരുതരമാണ്. ക്രിമിനൽ കേസ് പ്രതികളടക്കമുള്ള സംഘങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം. രണ്ട് ടീമും നമുക്ക് കണ്ടുപരിചയമുള്ളവർ തന്നെ, ഇതിന് വരുന്ന ആൾക്കാർ തന്നെ. ഇതിനകത്ത് ഏകദേശം 90% ഡാമേജ് ഉണ്ട്. പിന്നെ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ലിക്കറിന്റെ സൈഡിലോട്ട് പോയില്ല. ഇങ്ങനെയുള്ള ആ ഒരു ഫെസിലിറ്റീസും ടൈൽ പൊട്ടി, മേലെ എ സിയൊക്കെ ഡാമേജായി, ബാത്റൂമിലെ ഗ്ലാസ്സുകളെല്ലാം പൊട്ടി. അത്യാവശ്യം നമ്മൾ 80% ഡാമേജ് ഇതിനകത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ദിലീപ് ചിരിയാണ്. ദിലീപ്, എന്താണ് സംഭവിച്ചത്? ഈ പൊള്ളലേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? സുരേഷ്, ആര്യശ്രീ, എന്തായാലും കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് വെമ്പായം ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ ഈ രണ്ടംഗ സംഘം, അതായത് രണ്ടംഗ സംഘം, ഏകദേശം ഒരു സംഘത്തിൽ 5 പേരും ഒരു സംഘത്തിൽ 7 പേരും ഉണ്ടായിരുന്നെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതായത് ആദ്യം ഇവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും പിന്നീട് ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ചെകിട്ടത്ത് അടിക്കുകയുമായിരുന്നു. അതിനുശേഷം ഈ അനീഷ് എന്ന വ്യക്തി തിരികെ, അതായത് പുറത്തു പോയി പെട്രോൾ മേടിക്കുകയും അതിനുശേഷം പെട്രോള് അതായത് ഈ സംഘർഷമുണ്ടായ അവരുടെ ദേഹത്ത് ഒഴിക്കുകയുമായിരുന്നു. അതിനുശേഷം കത്തിക്കുകയുമായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെ അദ്ദേഹം, അതായത് ഒഴിച്ച അനീഷ് തന്നെ ഏറ്റവും കൂടുതൽ പരിക്കേറ്റ്, പൊള്ളലേറ്റു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലമാണ് ഏറ്റവും അപകടാവസ്ഥയിലെന്ന് തന്നെയാണ് പോലീസ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. അതിൽ അനീഷ്, അരുൺ, നൗഫൽ, റിയാസ്, ഷാം, നവാസ് എന്നിവർക്കാണ് ഗുരുതരമായ പൊള്ളലേറ്റത്. ഇപ്പോൾ അനീഷിൻ്റെ ആരോഗ്യനില അപകടാവസ്ഥ എന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വെഞ്ഞാറമൂട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിയമ നടപടിയിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഈ ആക്രമണം നടത്തിയ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കാപ്പ കേസിലടക്കം ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ്. എന്തായാലും ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇപ്പോൾ അപകടാവസ്ഥ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. സുരേഷ്, ഇന്നലെ രാത്രിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. ദിലീപാണ് വിവരങ്ങൾ.